സോ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞ ചാപ്റ്റർ. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ 4 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഓക്കെ, നമുക്കൊന്ന് ജില്ലാക്കി നോക്കിയാലോ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ അവിടെ പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാകുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കമ്പനി അടച്ചു പൂട്ടാണ്. പറഞ്ഞ കാര്യം ക്ലിയർ. വിച്ച് മീൻസ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ട്നേഴ്സ് നമ്മുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കമ്പനി അടിച്ച് പൂട്ടുന്നു. നേരെ മറിച്ച് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ അവിടെ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? കമ്പനി അടിച്ച് പൂട്ടുന്നില്ല അല്ലേ? സോ അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് ഉണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അതായത് ഒരു പാർട്ട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു, പുതിയ ഡീഡ് ഉണ്ടാക്കുന്നു. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു, പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ്, ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഒരിക്കലും ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എന്ത് സംഭവിക്കുന്നു? ബിസിനസ്സേ അവസാനിക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ. മൂന്നാമത്തെ പോയിന്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്നാൽ കമ്പനി അടിച്ചു പൂട്ടുമ്പോഴോ റിയലൈസേഷൻ അക്കൗണ്ട് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഫൈനലി, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ് ആൻഡ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. ദാറ്റ് മീൻസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ സമയത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ സമയത്ത്, അഡ്മിഷൻ്റെ സമയത്ത് ഒരിക്കലും ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നില്ല. എന്നാൽ ഒരു കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഷാറാക്കി പഠിക്കും. ഓൾ ദി ബെസ്റ്റ്.